നിങ്ങൾക്ക് എന്ത് കാരണമാണ് മൈഗ്രെയിൻ ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഞാനൊരു ടിപ്പ് ഷെയർ ചെയ്യാം. സാധാരണയായിട്ട് ഒരുപാട് ആളുകളുടെ നമ്മുടെ ട്രീറ്റ്മെന്റ് സമയത്ത് മൈഗ്രെയിൻ ട്രിഗേഴ്സ് എന്തൊക്കെയാണ് ചോദിക്കുമ്പോൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വലിച്ചു നീട്ടി പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷേ കൃത്യമായിട്ട് ഒരു 5 കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ട്രിഗർ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കോസേറ്റീവ് ഫാക്ടറിലേക്ക് എത്തിക്കാവുന്നതാണ്. 5 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ഒരുപക്ഷെ ടെമ്പറേച്ചർ ആവാം, ലൈറ്റ് സെൻസിറ്റിവിറ്റി ആവാം, വെതർ ചേഞ്ചസ് ആവാം. രണ്ടാമതായിട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, നിങ്ങളുടെ ആഹാര രീതിയിലോ റൊട്ടീനിലോ അതുപോലെ തന്നെ ഉറക്കത്തിന്റെ കാര്യങ്ങളിലോ എല്ലാം വരുന്ന മാറ്റങ്ങളും സ്ട്രെസ് ഫാക്ടേഴ്സും എല്ലാം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മൂന്നാമതായിട്ട് ഡയറ്ററി ഫാക്ടേഴ്സ്. ഡയറ്ററി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പല ആളുകളിലും പലതായിരിക്കാം. ഒരുപക്ഷെ ചില ആളുകൾക്ക് കാപ്പി കുടിച്ചാൽ മൈഗ്രെയിൻ വരുന്നെന്ന് പറയുന്ന സാഹചര്യത്തിൽ തന്നെ ചില ആളുകൾക്ക് കാപ്പി കുടിച്ചാൽ മൈഗ്രെയിൻ കുറയുന്നു എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ഡയറ്ററി ഫാക്ടേഴ്സ് പ്രത്യേകിച്ചും വ്യത്യസ്തമായിരിക്കുമെന്ന് മനസ്സിലാക്കുക. നാലാമതായിട്ട് ഹോർമോണൽ ഫാക്ടേഴ്സ്. പ്രത്യേകിച്ചും സ്ത്രീകളിലാണ് മൈഗ്രെയിൻ കൂടി വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഹോർമോണിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഹോർമോണിന്റെ എഫക്ട് എന്ന് പറയുന്നത് മൈഗ്രെയിനിൽ വളരെയധികം സിഗ്നിഫിക്കന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മെൻസ്ട്രൽ സമയത്തും അതുപോലെ തന്നെ പ്രഗ്നൻസി സമയത്തും എല്ലാം ഉള്ള മൈഗ്രെയിന്റെ ഏറ്റക്കുറച്ചിലുകളെല്ലാം ഹോർമോണൽ ട്രിഗേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അഞ്ചാമതായിട്ട് സെൻസറി ട്രിഗേഴ്സ്. ഒരുപക്ഷെ ലൈറ്റിനോടോ സൗണ്ടിനോടോ സ്മെല്ലിനോടോ ഉള്ള ഒരു പെർസെപ്ഷൻ വ്യത്യാസം അതല്ലെങ്കിൽ ഒരു സെൻസിറ്റിവിറ്റി വ്യത്യാസങ്ങളെല്ലാം തന്നെ മൈഗ്രെയിൻ ട്രിഗേഴ്സ് ആയിട്ട് കാണാറുണ്ട്. ഇത്തരം 5 കാര്യങ്ങളുടെ ഹെഡിങ് എഴുതിയതിനു ശേഷം നിങ്ങളുടെ മൈഗ്രെയിൻ ഡയറിയിൽ ഓരോ തവണ തലവേദന വരുമ്പോഴും ഇതിൽ ഏതാണ് നിങ്ങളെ എഫക്ട് ചെയ്യുന്നത് അതല്ലെങ്കിൽ ഏതായിരിക്കാം ഇന്ന് ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്ന് എഴുതി വെക്കുന്നതെല്ലാം കൃത്യമായിട്ട് ചികിത്സ എടുക്കുമ്പോൾ അത് നിങ്ങളെ സഹായിക്കും. ഈ മേൽപ്പറഞ്ഞ 5 കാര്യങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തിട്ടുള്ള മൈഗ്രെയിൻ ട്രിഗർ എന്ന് താഴെ കമന്റ് ചെയ്യുന്നുണ്ട്.